ഹലോ, നമ്മൾക്കൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നന്നായി കഴുകിയ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ ഒന്ന് 2 വിസിലടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. 2 വിസിലടിക്കുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പോഴേക്കും ചിക്കൻ നന്നായി വെന്ത് വരും. ഇത് ബോൺലെസ് ചിക്കനാണേ. ആ സമയത്ത് നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ എങ്ങനെയാണോ നമ്മൾ വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ ചപ്പാത്തി നമ്മൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചപ്പാത്തി മാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കോക്കനട്ട് ഓയിലും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ ആ മാവ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു 4 സവാള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഒരു 4 പച്ചമുളക് അതും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണേ. സവാള നന്നായി വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. അതും കൂടി എടുത്ത് വയ്ക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഞാനിവിടെ ഒരു തവി കൊണ്ട് കുത്തി എടുക്കുകയാണ് കേട്ടോ. സവാള നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വേണ്ടി മറന്നതാണ്. ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. സാധാരണ പോലെ ചപ്പാത്തി ചുട്ടെടുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി സിമ്പിളാണ് കേട്ടോ. ഒരു 5 മുട്ട എടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കാം. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് കുഴിയുള്ള പാനായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പാൻ എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചുട്ട് വച്ചിരിക്കുന്ന ചപ്പാത്തി ആ മുട്ടയിലേക്കൊന്ന് മുക്കിയതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചപ്പാത്തി മുട്ടയുടെ ബാറ്ററിലേക്കൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മളുടെ മസാല ഇടാം. ഇതുപോലെ തന്നെ ഒരു 7 8 ചപ്പാത്തി നമ്മൾ ഇതേ പ്രോസസ്സിൽ ചെയ്യാം കേട്ടോ. ചപ്പാത്തി മുട്ടയിൽ ഒന്ന് മുക്കിയതിന് ശേഷം പാനിൽ വയ്ക്കുക. അതിൻ്റെ മേലെ മസാല ഇടാം. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് അതിൻ്റെ സൈഡിലേക്കും ബാക്കിയുള്ളത് അതിൻ്റെ ചപ്പാത്തിയുടെ മുകളിലായിട്ടും ഒഴിച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വേണം ഈ തവി ഒന്ന് വെച്ച് കൊടുക്കാം. കാരണം ഡയറക്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, 2 സൈഡും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടത് കാണിക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. തിരിച്ചിട്ട് കൊടുക്കണേ. ഇതിപ്പോൾ കണ്ടില്ലേ, 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 2 സൈഡ് നന്നായി വെന്തിട്ടുണ്ടാകും. ഒരു സൈഡ് 5 മിനിറ്റ്, മറ്റേ സൈഡ് ഒരു 5 മിനിറ്റ്. അപ്പം നല്ല കേക്ക് പോലെ എല്ലാ സൈഡും നന്നായി കുക്കായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ ചപ്പാത്തിയും മുട്ടയും ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാനും ഹെൽത്തി ആണല്ലോ.
ഇപ്പം കണ്ടത് ആ തിരിച്ചിടുന്ന വീഡിയോ ആണ് കേട്ടോ ലാസ്റ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചട്ടിപ്പത്തിരി.